കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD3 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS എക്സാം വരുവാണ്. പരിസ്ഥിതി പഠനം. ഇപ്പോൾ ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന മാതൃകാ ചോദ്യങ്ങൾ പരിശീലനമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ് പൂച്ച, നായ, ആട്, പശു മുതലായവ. ഇവയുടെ ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുക. ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ലൈക്ക് കാറ്റ്, ഡോഗ്, ഗോട്ട്, കൗ. ഇവയുടെ ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും ഒരുപോലെയാണോ? ബോഡി ഫീച്ചേഴ്സും ഫുഡ് ഹാബിറ്റ്സും ഒരുപോലെയാണോ? നോ. അപ്പോൾ ബോഡി ഫീച്ചേഴ്സ് മാറുന്നതിനനുസരിച്ച് ഫുഡ് ഹാബിറ്റ്സും മാറും. ഫുഡ് ഹാബിറ്റ്സ് മാറുന്നതിനനുസരിച്ച് ബോഡി ഫീച്ചേഴ്സ് മാറും എന്നൊക്കെ പറയാം. അതായത് ആഹാര രീതി അനുസരിച്ച് അതിൻ്റെ ശാരീരിക സവിശേഷതകളിലും മാറ്റം വരും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂച്ച, നായ, ആട്, പശു ഈ മൃഗങ്ങളുടെ ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വളരുന്ന മൃഗങ്ങളല്ലേ. അപ്പോൾ ഇവയുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതയും ഒരുപോലെയല്ല. എങ്ങനെ നമുക്ക് എഴുതാം? കാറ്റ് പൂച്ച, ഡോഗ് നായ, ഇവ എന്താണ്? ഒരുപോലെയുള്ള മൃഗങ്ങളാണ്. ഗോട്ട് ആട്, കൗ പശു, ഇവർ എന്താണ്? ഒരു സ്വഭാവമുള്ള മൃഗങ്ങളാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കാറ്റും ഡോഗും ഈറ്റ്സ് മീറ്റ്, മാംസാഹാരം കഴിക്കുന്നു. കാറ്റ്, ഡോഗ് ഒന്നാമത്തെ പ്രത്യേകത എന്താ? മാംസാഹാരം കഴിക്കുന്നു. ഈറ്റ്സ് മീറ്റ്. ഗോട്ട് ആട്, കൗ പശു, ഇവയോ ഈറ്റ്സ് പ്ലാന്റ് പാർട്ട്, സസ്യാഹാരമാണ് കഴിക്കുന്നത്. പ്ലാന്റ്സ് ആണ് ആര് കഴിക്കുന്നത്? ഗോട്ടും കൗവും കഴിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. മാംസാഹാരം കഴിക്കുന്നവരാണ് കാറ്റ്, ഡോഗ് ഇവർ. സസ്യാഹാരം കഴിക്കുന്നവരാണ് ഗോട്ട്, കൗ. ഓക്കെ. കാറ്റിനും ഡോഗിനും അടുത്ത പ്രത്യേകത എന്താ? കാലിൽ കൂർത്ത നഖങ്ങളുണ്ട് കേട്ടോ. കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. എന്നാൽ ഗോട്ടിനും കൗവിനും കാലിൽ കൂർത്ത നഖങ്ങളുണ്ടോ? നോ, കാലിൽ കൂർത്ത നഖങ്ങൾ ഇല്ല. Doesn't have sharp nails on feet. Doesn't have sharp nails on feet. കാലിൽ കൂർത്ത നഖങ്ങൾ ഇല്ല. Doesn't have sharp nails on feet. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ പഠിച്ചോ. ഫസ്റ്റ് എന്താണ്? അത് കഴിക്കുന്ന ആഹാരം. കാറ്റും ഡോഗും എന്താ കഴിക്കുക? ഈറ്റ്സ് മീറ്റ്. ഗോട്ടും കൗ എന്താ കഴിക്കുക? ഈറ്റ്സ് പ്ലാന്റ് പാർട്ട്. ഇനി കാലിൽ നഖങ്ങളുണ്ട്. ആർക്കാ? ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, കാറ്റിനും ഡോഗിനും. ഗോട്ടിനും കൗവിനോ? ഡസൻറ്റ് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, കാലിൽ കൂർത്ത നഖങ്ങൾ ഇല്ല. അങ്ങനെയാണ് എങ്കിൽ അടുത്തത് കൂർത്ത പല്ലുകൾ കാറ്റിനും ഡോഗിനും ഉണ്ട് അല്ലേ. ഹാസ് ഷാർപ്പ് ടീത്ത്. ഹാസ് ഷാർപ്പ് ടീത്ത്, കൂർത്ത പല്ലുകളുണ്ട്. ഗോട്ടിനും കൗവിനോ കൂർത്ത പല്ലുകളുണ്ടോ? ഇല്ല. Has not have sharp teeth. Has not have sharp teeth. ഇനി ഡോഗിനും കാറ്റിനും മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒച്ചയുണ്ടാക്കാതെ പതിയെ ഇങ്ങനെ നടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിങ്ങനെ പതിയെ പതിയെ നടന്നു വരുന്നത് കണ്ടിട്ടുണ്ടോ? അതെ,
ഒച്ചയുണ്ടാക്കാതെ നടക്കാൻ കഴിയുന്ന കാലുകളാണ് ആർക്കുള്ളത്? കാറ്റിനും ഡോഗിനും ഉള്ളത്. വാക്ക് വിത്തൗട്ട് മേക്കിംഗ് സൗണ്ട്. വാക്ക് വിത്തൗട്ട് മേക്കിംഗ് സൗണ്ട്. എന്നാൽ കൗവും ഗോട്ടുമൊക്കെ എങ്ങനെയാ? നടക്കുമ്പോൾ ഒച്ചയുണ്ടാകാറുണ്ട് അല്ലേ? നടക്കുമ്പോൾ ഒച്ചയുണ്ടാകാറുണ്ട്. വെൻ ദേ വാക്ക് മേക്കിംഗ് സൗണ്ട്. വെൻ ദേ വാക്ക് മേക്കിംഗ് സൗണ്ട്. അടുത്ത പ്രത്യേകത എന്താ? ഡോഗിനും കാറ്റിനും കുളമ്പുകളില്ല, കാലുകളിൽ കുളമ്പുകളില്ല. ഹൂവ്സ്. ഹൂവ്സ് ആർ നോട്ട് സീൻ. ഹൂവ്സ് ആർ നോട്ട് സീൻ. കുളമ്പുകൾ കാണുന്നില്ല. കാലുകളിൽ എന്തില്ല? കുളമ്പുകളില്ല. ഹൂവ്സ് ആർ നോട്ട് സീൻ. എന്നാൽ കൗവിനും ഗോട്ടിനോ കാലുകളിൽ എന്തുണ്ട്? കുളമ്പുണ്ട്. ക്ലോവൻ ഹൂവ്സ് ആർ പ്രസന്റ്. ക്ലോവൻ ഹൂവ്സ് ആർ പ്രസന്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണ് നായ, അതുപോലെ പൂച്ച, ആട്, പശു മുതലായവ. അപ്പോൾ ഇവയുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ട് അറിയാലോ. എന്തൊക്കെയാണ്? നായയും പൂച്ചയ്ക്കുമുള്ള പ്രത്യേകതകൾ എന്താണ്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? കൂർത്ത പല്ലുകളുണ്ട്, കൂർത്ത നഖങ്ങളുണ്ട്, മാംസാഹാരം കഴിക്കും, ഒച്ചയുണ്ടാക്കാതെ നടക്കാൻ കഴിയും, കാലുകളിൽ കുളമ്പുകളില്ല. എന്നാൽ ഗോട്ടിനും കൗവിനും എങ്ങനെയാ? നടക്കുമ്പോൾ ഒച്ചയുണ്ടാകാറുണ്ട്, സസ്യാഹാരമാണ് കഴിക്കുന്നത്. മറ്റു പ്രത്യേകത എന്താ? നഖമുണ്ടോ കൂർത്ത? ഇല്ല, കൂർത്ത നഖങ്ങളില്ല. നടക്കുമ്പോൾ ഒച്ചയുണ്ടാകാറുണ്ട്, കാലുകളിൽ കുളമ്പുണ്ട്. ഇതൊക്കെയാണ് പശുവിൻ്റെയും ആടിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുതാനായിട്ട് അറിയാലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സേരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സേരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.